വേദനയാവുമ്മ. ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോ പെണ്ണെ നിന്നോട് വെള്ളം ഒഴിക്കാനാ പറഞ്ഞത്. രണ്ടാമത് ഉമ്മ പറഞ്ഞപ്പോ ഉമ്മ രാജ്യം ഭരിക്കുന്നത് ഖലീഫ ഉമറാവുമ്മ. അറിഞ്ഞാ നമ്മള് വെറുതെ വിടൂല. ഉമർ എങ്ങനെ അറിയാനാണ്? നീ വെള്ളം ഒഴിക്കുന്നത് ഉമർ എങ്ങനെ അറിയാനാണ്? ആ സമയത്ത് പെറ്റുമ്മയോട് പറഞ്ഞു ഉമ്മ അല്ലാഹു കാണുന്നുണ്ട് ഉമ്മ. ഉമർ അറിയുന്നില്ലെങ്കിലും അല്ലാഹു അറിയുന്നുണ്ട് ഉമ്മ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ എന്ന് തന്റെ ഉമ്മയോട് പറഞ്ഞ ആ പാവപ്പെട്ട യതീമായ മകളുണ്ടല്ലോ, ആ പെണ്ണിന്റെ മോനിന്റെ ആ പെണ്ണിന്റെ കുടുംബത്തിലാ, ആ പാവപ്പെട്ട പെണ്ണിന്റെ കുടുംബത്തിലാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ജനിച്ചതെന്ന ചരിത്രം പറയുന്നു. സഹോദരാ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ദീനുമായിട്ട് ബന്ധപ്പെടണം. ദീനുള്ള കുടുംബമാകണം. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ഒരു ദിവസം എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ പോകണം. അതിന് അല്ലാഹു പറഞ്ഞ മൂന്നാമത്തെ വഴിയെന്നറിയോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എന്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും പറയുകയാ, എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ട്, എല്ലാം ചോദിക്കുന്ന ഒരു റബ്ബുണ്ട്, എല്ലാം ചോദിക്കപ്പെടുന്ന ഒരു ദിവസവുമുണ്ട്. അല്ലാഹുവേ, നിന്നെ ഭയന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. നിന്നെ കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ തരണേ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരോടും ചോദിക്കുന്നു, അല്ലാഹുവിനെ പേടിയുണ്ടോ? എല്ലാവരും പറയുന്നു പേടിയുണ്ട്. എല്ലാവരും പറയുന്ന പേടിയുണ്ട്. സത്യത്തിൽ ഒരാൾക്ക് അല്ലാഹുവിനെ പേടിയുണ്ടെങ്കിൽ 5 അടയാളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരാൾക്ക് അല്ലാഹുവിനെ പേടിയുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ എത്ര അടയാളം ഉണ്ടാകും? എത്ര അടയാളം ഉണ്ടാകും? 5 അടയാളം ഉണ്ടാകും. അല്ലാഹു അത് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്റെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും ഇടത്തറ വഴുത് വെച്ചിട്ട് ഇവര് വിളിക്കുവാണെങ്കിൽ ആയുസ് ഉണ്ടെങ്കിൽ 5 അടയാളം പഠിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും വിളിക്കുവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടാ പഠിക്കാം. അല്ലാഹു പറഞ്ഞതും കേട്ടതും